പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ വീണ്ടും സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് അനുഗ്രഹപ്പെട്ട രാത്രി സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 15-ാം ദിന രാത്രികാലം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഒരിക്കൽ കൂടി കൂടി വരുവാൻ സഹായിച്ചല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന അനുഗ്രഹ ദേവദാസന്മാർ, സദസ്സിൽ ആയിരിക്കുന്ന അനുഗ്രഹ ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നാം ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, യേശു കർത്താവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന ഇങ്ങനെയാണ് പറഞ്ഞത്: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ആ വചനമാണ് നാം തുടർന്ന് കേൾക്കാൻ പോകുന്നത്. സത്യമായ വചനം, പത്യമായ വചനം. അതിനുവേണ്ടി തന്നെ നമുക്ക് ഒരിക്കൽ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കാം. ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജേക്കബ് നേശമണി അവറുകളാണ്. പ്രിയ ദേവദാസിനെ ഒരിക്കൽ കൂടി ദൈവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർ ജേക്കബ് നേശമണി പ്രിയ ദേവദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ സാധുവായ എളിയവനും വിലപ്പെട്ട അഭിഷിക്തന്മാരോടും വിലയേറിയ ദൈവമക്കളോടും വിശേഷാൽ ദീർഘദിവസം ഉപവസിച്ചുകൊണ്ട് ദൈവസേനയിലായിരിക്കുന്ന ഈ മഹിമയുടെ മണ്ഡലത്തിലായിരിക്കാൻ ഒരവസരമൊരുക്കി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ എം എ വർഗീസ് സാറ്, ചേർന്ന് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ കെ വി തോമസ് കുട്ടി, പാസ്റ്റർ രാജു, പാസ്റ്റർ ജിനു ജോസഫ്, പ്രത്യേകിച്ച് പാസ്റ്റർ ജിനു ജോസഫിൻ്റെ ഫാദറിൻ്റെ പാസ്റ്റർ ബാബുരാജ്. വർഷങ്ങൾക്ക് മുമ്പേ കുറ്റിച്ചല്ലി ഞാൻ പലവട്ടം ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് പരിചയമുള്ള ആളാണ്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വൈഫിൻ്റെ ദീനക്കിടക്കയിൽ വന്നു നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിലപ്പെട്ട ദാസന്മാർ ഇവിടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഈ സഭയിലുള്ള സൂം പ്രെയറിൽ എൻ്റെ വൈഫിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും ഞാൻ ആ സൂമിൽ കയറാറുണ്ട്. ഞാൻ നന്ദിയുള്ളവനാണ്. പ്രാർത്ഥിച്ചവർക്കും വന്ന് കണ്ടവർക്കും സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അങ്ങേയറ്റത്തെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് എൻ്റെ വൈഫ് ആയിപ്പോയത്. വാസ്തവത്തിൽ ICU യൂണിറ്റിലെ അവസ്ഥ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച സമയത്താണ് എൻ്റെ മകളും മരുമകനും കൂടെ പറഞ്ഞത്, അവിടെ 6-ാം അടയിൽ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അവിടെ നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ പ്രിയ മക്കൾ, അങ്ങനൊരു അവസരം എനിക്കൊരുക്കി തരാതിരുന്നെങ്കിൽ എനിക്ക് ഈ സമയത്ത് ഒട്ടും പിടിച്ചു നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവർക്കും നല്ലൊരു സഭ, കല്യാണ സഭയുടെ ചാർജുണ്ട്. ഇന്ന് എൻ്റെ മകൾ ആരാധനയ്ക്ക് പോകാത്തത് കൊണ്ടാണ് എനിക്കിന്ന് സാം നഗറിൽ ശുശ്രൂഷയ്ക്ക് പോകാൻ സാധിച്ചത്. അങ്ങനെ ട്യൂബ് ഫീഡിംഗ് ആണല്ലോ, ഇട്ടുമിച്ച് പോകാൻ ഒക്കുന്ന കാര്യമല്ല. ദൈവമക്കളുടെ സത്വരമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ താങ്ങും തണലുമാണ്. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് ഈ സഭ എൻ്റെ വൈഫിന് വേണ്ടി ആധികാരികമായി പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന പലരുണ്ട്, പല രോഗങ്ങളിൽ കഴിയുന്നവരുണ്ട്. സാമ്പത്തിക ദുരിതമുള്ള അനേക കുടുംബങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ഡയാലിസിസ് കഴിഞ്ഞിട്ട് അടുത്ത ഡയാലിസിസിന് വേണ്ടി, പണത്തിന് വേണ്ടി ഓടി നടക്കുന്ന എത്രയോ ജനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. വേദനയുടെ അന്ന് പ്രവാചകൻ്റെ വായിൽ കഷ്ടങ്ങളും വ്യസനങ്ങളും നിറഞ്ഞ ഒരു ചുരുള് വെച്ചു കൊടുത്തു. വായിലത് കടിച്ചിട്ട് പറഞ്ഞു, നല്ല രസം, നല്ല തേന് പോലെ മധുരമായിരിക്കുന്നു. നമ്മളും അതുപോലാണ്. ഒരു കാലത്തൊക്കെ ഇതൊക്കെ വലിയ മധുരമായി, പക്ഷെ ഉദരത്തിൽ ചെന്നപ്പോൾ അതാഴമേറിയ കൈപ്പാറി മാറി. പ്രൈസ് ഗോഡ്. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി ഈ വേദനകൾ സഹിക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ ക്ഷീണത്തിലാണ്. ഏത് സഭയിൽ ചെന്നാലും രോഗത്തിൻ്റെ കാര്യമേ കേൾക്കാനുള്ളൂ. പണ്ടത്തെ പോലെയുള്ള രോഗശാന്തി ഇപ്പം തന്നെ ഇത്രയും വലിയൊരു ഗണം 21 ദിവസം ഉപവസിക്കുക എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഞാനൊക്കെ 21 ദിവസം കുറേ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. 40 ദിവസം 2 പ്രാവശ്യം ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ദൈവം തന്നു. പക്ഷേ ഇന്ന് 21 പോയിട്ട് 7 പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ 21 ദിവസം ഒരു സൈന്യം പോലെ ഇത്രയും പേരെ ഇരുത്തുവാൻ
ദൈവം നമ്മുടെ പാവപ്പെട്ട ഈ കൊച്ചു സഭയ്ക്ക് ഭാഗ്യം തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ വിലേറിയ ഒരു ദാനമാണ്. അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അതിനപ്പുറത്തായി വെളിപ്പെട്ട് വരുന്ന ഒരു രക്ഷയുണ്ട്. അതിനപ്പുറത്തായി തുറന്നു വരുന്ന ഒരു സ്വർഗീയ വാതിലുണ്ട്. പ്രൈസ് ഗോഡ്. ആരും അറിയാത്തതും ആരും കാണാത്തതും ആരും ഒരുക്കാത്തതും ഇതുവരെ ലോകത്ത് വെളിപ്പെടാത്തതും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതും എന്ന് വെച്ചാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറയത്തക്കവണ്ണം ഇതുവരെ വെളിച്ചത്ത് വരാത്തത്, ഇതുവരെ വെളിപ്പെട്ട് വരാത്തത്, ഇതുവരെ അനുഭവിക്കാത്തത്, ഇതുവരെ ആസ്വദിക്കാത്തത്, ഇതുവരെ ഒരു കണ്ണും കാണാത്തത് നാം കാണുവാൻ ദൈവം ഇടവരുത്തട്ടെ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ പിന്നെ 21 ഇരുന്നിട്ട് വല്ല പ്രയോജനമുണ്ട്? പണ്ട് ആദ്യമായിട്ട് ഞാൻ 21 ഇരുന്നപ്പോൾ 14-ാം ദിവസം വല്ലാതെ അങ്ങ് അവശനായിപ്പോയി. ഞാൻ KM ജോർജ് സാറിൻ്റെ വീട്ടിൻ്റെ ആ സൈഡ് മുറിയിൽ ചെന്ന് അവശനായിട്ട് അങ്ങ് കിടക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ സമയത്ത് ഭാഷ KK ജോസഫ് ഇവർക്ക് സാർ വന്നുണ്ടായിരുന്നു കാണും. ഇവർക്കെല്ലാം ഭയങ്കര ഹെവൻലി ഫീഡിങ് അങ്ങ് കിട്ടുകയാണ്. സ്വർഗത്തിലെ പാത്രങ്ങളിൽ ഇവർക്ക് വേണ്ടി ഭക്ഷിപ്പാൻ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ മാത്രം അശരണനായിട്ട് അപ്പുറത്ത് അവശനായി കിടക്കുകയാണ്. അപ്പോൾ ഈ ദൈവദാസന്മാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ സഹോദരൻ ക്ഷീണത്തിലപ്പുറത്ത് കിടക്കുകയാണ്, ഇത് അദ്ദേഹത്തിനും കൂടെ സത്യം പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം അത്ര മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന പാത്രം ഈ ലോകത്ത് കാണാൻ പറ്റില്ല. എന്തെല്ലാം ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് കാണാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ആസ്വദിക്കാൻ മാത്രമേ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ അങ്ങനെ 21 ഡേയ്സ് ഇരിക്കുന്നവർക്ക് ഹെവൻലി ഫീഡിങ് ഉണ്ട്. ഞാൻ 2-ാം പ്രാവശ്യം 40 ദിവസം ഇരുന്ന സമയത്ത് 3 പ്രാവശ്യം എനിക്ക് ഹെവൻലി ഫീഡിങ് കിട്ടി. പ്രത്യേകിച്ച് അതിൻ്റെ 39-ാം ദിവസം അവിടുത്തെ പാസ്റ്റായിരുന്ന KS ജോൺ പാസ്റ്റിൻ്റെ അമ്മായിയപ്പൻ മരിക്കുകയാണ്. 17 ദിവസം ഞങ്ങൾക്ക് ചായയും വെള്ളമൊക്കെ തന്നുകൊണ്ടിരുന്ന ബ്രദർ ജോർജ് മരണപ്പെടുകയാണ്. അങ്ങനെ ഭയങ്കരമായ സ്തോത്രം ഒരു അഗ്നി പരിശോധനയിലൂടെയാണ് കടന്നുപോയത്. ആ ദിവസങ്ങളിൽ പ്രൈസ് ഗോഡ് ഉപവാസം ബ്രേക്ക് ചെയ്തു എന്ന് തോന്നത്തക്കവണ്ണം കൃത്യം ദൈവസന്നി എന്ന് പറയുകയാണ്. ഉപവാസം ബ്രേക്ക് ചെയ്തു എന്ന് തോന്നത്തക്കവണ്ണം ദൈവം ഫീഡിങ് തന്നു. നേരം വെളുത്തപ്പോഴാണ് ദൈവമേ ഉപവാസം ബ്രേക്ക് ചെയ്തല്ലോ, ലോകം മുഴുവൻ അറിയപ്പെട്ട ഉപവാസമാണ്. എന്നോട് കൂടെ ഇരുന്ന പാസ്റ്റർ KS ജോൺ 24-ാം ദിവസം തളർന്നു പോയി. ഞാൻ മാത്രം ശേഷിച്ചു. ഞാനും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്തോ 40 ദിവസത്തെ ഉപവാസമാണ്. ആരും ഉപവസിക്കാത്ത ഉപവാസത്തെ ഉപവാസമെന്ന് പറയാമോ? പ്രൈസ് ഗോഡ്. നാണം കെട്ട ഏർപ്പാടല്ലേ. നേരം വെളുത്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്. അങ്ങനത്തെ ആരും ദൈവമക്കളെ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ഓ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്ത്, എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്ന എൻ്റെ ആഹാരം വേല തികയ്ക്കും എൻ്റെ ഞാൻ ഇന്നു മോദമായി എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണ്ടേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. എന്നെ പ്രകാശിപ്പിച്ച ഒരു വാക്യം നമുക്ക് വായിക്കാം. സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജാണ്. വേദപുസ്തകത്തിൽ 1189 അധ്യായമല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്തു നിന്നല്ലയോ 1-ാം നൂറ്റാണ്ട് തൊട്ട് പ്രസംഗിക്കുന്നത്. ഇത് വിട്ടൊന്നും പ്രസംഗിക്കാൻ നമുക്കില്ലല്ലോ. പ്രൈസ് ഗോഡ്. അതിനകത്ത് നിന്ന് എന്തെങ്കിലും പ്രൈസ് ഗോഡ് ദൈവം തന്നത് പറയുവാനല്ലാതെ പ്രത്യേകമായ ജ്ഞാനമോ പ്രത്യേകമായ പാണ്ഡിത്യമോ എനിക്കില്ല. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം.
അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദ ഘോഷം വരുന്നു. ഇത്ര വ്യക്തമായി സ്പഷ്ടമായി വായിച്ചതുകൊണ്ട് വീണ്ടും എടുത്തു പറഞ്ഞ് അതിൻ്റെ സ്വാധി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. പ്രൈസ് ഗോഡ്. എങ്കിലും പറയേണ്ടി വന്നു പോകുമല്ലോ. ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളതാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർത്താലും ഒരു ഉഷസ്സുണ്ടാകും, അന്ന് നമുക്ക് ആനന്ദഘോഷം വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം കോപിക്കും. ദൈവം സ്നേഹമാണ്. പ്രൈസ് ഗോഡ്. ദൈവം വാത്സല്യമുള്ള ദൈവമാണ്, കരുണാസമ്പന്നനായ ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്, സർവാശ്വാസങ്ങളുടെ ദൈവമാണ്. എന്നാൽ ദൈവം ചിലപ്പോൾ കോപിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഒരിക്കൽ കോരഹപുത്രന്മാരുടെ 46-ാം സങ്കീർത്തനവും 85-ാം സങ്കീർത്തനം പോയിട്ട് ബാക്കിയെല്ലാം ആരാധനാഗീതങ്ങളാണ്. 85-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദൈവത്തോട് കോരഹപുത്രന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 2 ചോദ്യങ്ങൾ. പ്രൈസ് ഗോഡ്. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് തലമുറകളിൽ. നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. എങ്കിലും തൻ്റെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടായി. ഇസഹാക്ക് വിതച്ചപ്പോൾ 100 മേനി വിളഞ്ഞു. എന്നാൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ക്ഷാമം ഉണ്ടായി. മകൻ യാക്കോബിൻ്റെ ജീവിതത്തിലും ക്ഷാമം. അതല്ലേ മക്കളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്? നമ്മൾ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് കേൾക്കുന്നു. ഒഴിഞ്ഞ ചാക്കുകളും പണക്കിഴികളുമായി പുറപ്പെടുവിൻ. അപ്പോൾ പരമ്പരാഗതമായ ശാപങ്ങളുണ്ട്, തലമുറയായ കോപങ്ങളുണ്ട്. അതാണ് ദൈവത്തോട് ചോദിച്ചു പോയത്, നീ തലമുറയായി നിന്റെ കോപം ദീർഘിപ്പിക്കുമോ? അതിൻ്റെ അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ദൈവത്തോട് കോരഹപുത്രന്മാർ ചോദിച്ചപ്പോൾ മനുഷ്യപുത്ര എന്ന് വിളിക്കുന്ന യെഹെസ്കേലിനോട് ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രേസ്കോ മാന്യമായ മറുപടി കൊടുത്തു, യഹോവയായ കർത്താവേ നീ അറിയുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. അപ്പൊ ദൈവത്തിൻ്റെ കോപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് എന്നും യെശയ്യാവ് 64:9 പ്രൈസ് ഗോഡ് ഒരു പ്രാർത്ഥനയാണ്, നിലവിളിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. യഹോവേ ഉഗ്രമായി കോപിക്കരുതേ, യഹോവേ ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം എന്നേക്കും ഓർക്കരുതേ. അയ്യോ കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. പ്രൈസ് ഗോഡ്. അയ്യം വിളിച്ചു പോകുകയാണ് ദൈവകോപത്തിൻ്റെ മുമ്പിൽ. ആദ്യം ആരംഭിക്കുന്നത് തന്നെ, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം, നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ 9-ാം വാക്യത്തിലാണ്, യഹോവേ ഉഗ്രമായി കോപിക്കരുത്, അകൃത്യം എന്നേക്കും ഓർക്കരുത്. അയ്യോ കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. നമ്മളെ ഈ വിഷയം പ്രസംഗിക്കുമ്പോൾ നമുക്കൊരു ദൈവിക രോഗശാന്തി വെളിപ്പെടും. എന്ന് വെച്ചാൽ രോഗശാന്തിയുടെ വിഷയം എവിടെല്ലാം തൊട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അകൃത്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും. അവിടെ ആരും ദീനമെന്ന് പറയുകയില്ല, അവിടെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. യെശയ്യാ 33. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇനി യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുത്തിന് വേണ്ടി അപ്പോൾ സൗഖ്യം കിട്ടും. പ്രൈസ് ഗോഡ്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തുന്നു എന്ന് പറഞ്ഞ് യിരെമ്യാ 30. അതിൻ്റെ അടുത്ത വാക്യം എന്താണ്? അവർ എന്നോട് പിഴച്ച സകല പാപങ്ങളെയും പോക്കി ഞാൻ ശുദ്ധീകരിക്കുകയും അകൃത്യങ്ങളെ ഞാൻ ക്ഷമിക്കുകയും ചെയ്യും. അപ്പം എവിടെല്ലാം രോഗശാന്തി വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അകൃത്യങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം എന്തുകൊണ്ട് ഇന്ന് രോഗശാന്തി എൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ വെളിപ്പെടുന്നില്ല? പ്രൈസ് ഗോഡ്. ദൈവം സൗഖ്യമാക്കുന്ന ദൈവമല്ലയോ? ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടുണ്ടോ?
രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. അവിടെയുണ്ട് നിന്റെ അകൃത്യങ്ങൾ അത്രേ. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിരുന്ന ബന്ധനങ്ങൾക്ക് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിലെ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എൻ്റെ ചുറ്റിയിരിക്കുന്നു. മേൽപ്പെട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികമാകുന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യഹീനനായി എവിടെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം അകൃത്യത്തെ തൊട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവം നമ്മെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. പ്രൈസ് ഗോഡ്. സൗഖ്യമാക്കുന്ന കരം നമ്മുടെ മേൽ നീട്ടട്ടെ. പ്രൈസ്. 103-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ഇതിൻ്റെ മറുപടിയുണ്ട്. ഇതിൻ്റെ മറുപടി 103-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവൻ എല്ലായ്പ്പോഴും ഫലിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ എല്ലായ്പ്പോഴും ഫലിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. വല്ലപ്പോഴും ദൈവം ഫലിക്കും, വല്ലപ്പോഴും കോപിക്കുകയും, പക്ഷെ എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. എല്ലായ്പ്പോഴും ഫലിക്കുകയില്ല. ദൈവം വെറുതെ അങ്ങ് ഫലിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നോക്കുമ്പോൾ ദൈവത്തിന് താങ്ങാൻ പറ്റാത്ത, ലോകത്തിന് താങ്ങാൻ പറ്റാത്ത ഭയങ്കര പാപം ദൈവത്തിൻ്റെ പുത്രന്മാർ, വാഴ്ച കാത്തുകൊള്ളാത്ത, വാസസ്ഥലം വിട്ടുപോയ വഷളന്മാരായി തീർന്ന ദൂതസഞ്ചയം ഭൂമിയിൽ വന്ന് വഷളത്വം പ്രവർത്തിച്ച് അതിൽ നിന്നാകാത്ത സന്തതികൾ, കീർത്തികെട്ട മല്ലന്മാരെന്ന് പറഞ്ഞ ജയൻസ്, പാതാളത്തിൻ്റെ ആടുകൾ ഭൂമിയിൽ ജനനം കൊണ്ടു. ഇവരെ രക്ഷിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവം കോപിച്ചു, ദൈവം കോപം സംഗ്രഹിച്ചു. ഈ ദുഷ്ടവംശത്തെ ഞാൻ ഒന്നടങ്കം കൊന്നുകളയും എന്ന് ദൈവം തീരുമാനിച്ചു. ഉൽപ്പത്തി 6-ന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കണം. ഉൽപ്പത്തി 6-ന്റെ 7-ഉം 8-ഉം. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. കണ്ടോ, ഞാൻ ഈ മനുഷ്യരെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ദൈവത്തിന്റെ കോപം അത്യുഗ്രമായി ഈ ഭൂമിയിലേക്ക് ചൊരിഞ്ഞു വീഴുകയാണ്. വായിക്കാം. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷിയെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ ദൈവത്തിന്റെ കോപം അതിശക്തമായി അവിടെ വെളിപ്പെട്ടു. എന്നാൽ അടുത്ത വാക്യം വായിക്കണം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ എല്ലാ മാനവരാശിയും നശിപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. നശിപ്പിക്കേണ്ടതിനെ ദൈവം നശിപ്പിച്ചു. അങ്ങനെ ദൈവം ജലപ്രളയത്തെ ഭൂമിയിൽ കൽപ്പിച്ചുണ്ടാക്കി. ദൈവത്തിൻ്റെ മഹാകോപത്തിൽ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയതാണ് ജലപ്രളയം. ആകാശത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് പ്രൈസ് ഗോഡ് മഴ പെയ്തിറങ്ങി. ആഴിയുടെ ഉറവകളിൽ നിന്ന് വെള്ളം പൊങ്ങി വന്നു. രണ്ടിനാലും ഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞു. നോഹയുടെ 600-ാം ആണ്ട് 2-ാം മാസം 17-ാം തീയതി നോഹയെയും കുടുംബത്തെയും മക്കളെയും ശുദ്ധിയുള്ളതിൽ 7-7ഉം ശുദ്ധിയില്ലാത്തതിൽ 2-2മായി അകത്ത് പ്രവേശിച്ച് യഹോവ വാതിൽ അടച്ചു. നമുക്കറിയാം 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാത്ത് പർവ്വത്തിൽ ഉറച്ചു. വേണമെങ്കിൽ അപ്പോഴേക്ക് നോഹയ്ക്ക് വെളിയിൽ ഇറങ്ങിക്കൂടിയോ? സാധ്യമല്ല. പിന്നെ മലങ്കാക്കയെ വിട്ടു, വന്നും പോയും നിന്നു. പ്രാവിനെ ആദ്യം അയച്ചു, കാൽവെപ്പാൻ ഇടമില്ലാത്തത് കൊണ്ട് തിരിച്ചു വന്നു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും അയച്ചു. അപ്പോൾ ഒരു പച്ച ഒലിവിലയുമായി വന്നു. വീണ്ടും 7 ദിവസം കഴിഞ്ഞ് അതിനെ അയച്ചു. അത് തിരിച്ചു വന്നില്ല. പക്ഷെ നോഹയ്ക്കോ കുടുംബത്തിനോ മക്കൾക്കോ പുറത്തിറങ്ങാൻ പറ്റിയോ? വെള്ളം നിലച്ചു കൊണ്ടിരുന്നു, വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ നോഹയുടെ 601-ാം വർഷം 2-ാം മാസം 27-ാം തീയതി എന്ന് പറഞ്ഞാൽ 375 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം വന്ന് പറഞ്ഞു, നോഹയും കുടുംബവുമായുള്ളവരെ, നിങ്ങളോട് കൂടെ ആയിരിക്കും
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായം 7 തൊട്ട് വായിക്കുമ്പോൾ ഈ കാര്യം വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് 54-ന്റെ 7, 8, 9 വാക്യങ്ങൾ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന്. അടുത്ത വാക്യം, നിന്റെ നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ദൈവമക്കളെ, ജ്വലിക്കലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവന്ത്യത്തോളം. ജ്വലിക്കലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവന്ത്യത്തോളം. വസിക്കീലം നീലവിളി രാവിലൻ കൂടെ, വസിക്കീലം നീലവിളി രാവിലൻ കൂടെ. ഉദിക്കുമേ ഉഷസാദിൽ ആനന്ദഘോഷം, ഉദിക്കുമേ ഉഷസാദിൽ ആനന്ദഘോഷം. കാണുന്നു ഞാൻ യാക്കിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പ്രളയം ലോകത്തിൽ ഉണ്ടായെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒരു ആകാശത്തിൽ വില്ല് വെച്ചിട്ട് ഇതെനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കയോ നിന്നെ ഭത്സിക്കയോ ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പുരാതനമായ ചില ശാപങ്ങളും ചില രോഗങ്ങളും ചില ദൈവ കോപങ്ങളും ഇന്ന് ദൈവം അറസ്റ്റ് ചെയ്ത് തൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി എനിക്കൊരടയാളം ചെയ്യണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇനി എടുത്തു വായിക്കേണ്ട റോമർ 9-ാം അധ്യായത്തിൻ്റെ 22. ദൈവം യിരെമ്യാവിനെ കുറ്റം പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ ചോദിച്ച മറ്റൊരു വ്യക്തിയുമുണ്ട്. അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അദ്ദേഹവും ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്ത ആ ദൈവം ഇന്ന് എവിടെ? ദൈവത്തെ ചോദ്യം ചെയ്തതാണോ? ദൈവത്തെ ചോദ്യം ചെയ്തതാണോ? ദൈവത്തെ കാത്തിരുന്ന് കൊതിച്ച് പറഞ്ഞു പോയ ഒരു വേദനയുടെ ശബ്ദമാണ്. ദൈവം അവനെ ശിക്ഷിച്ചോ? ഒരൊറ്റ നോട്ടം. അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി നമ്മുടെ വേദനകൾക്കും നമ്മുടെ നിരാശകൾക്കും നമ്മുടെ ഭാരങ്ങൾക്കും ഒക്കെ പരിഹാരമായി യേശുവിൻ്റെ ഒരു നോട്ടം മാത്രം മതി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ മേൽ പതിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു നോട്ടം, ദൈവത്തിൻ്റെ ഒരു ശബ്ദം, ദൈവത്തിൻ്റെ ഒരു തൊടൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മെ നാമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ ബലത്തോടെ പോയിക്കൊള്ളുക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മളാണെങ്കിൽ ഗിദെയോനെ എങ്ങനെ വിളിക്കും? അവൻ പേടിച്ച് തൻ്റെ ധാന്യം മോഷ്ടിച്ചു കളയുമെന്ന് കരുതി മുന്തിരിച്ചക്കിൻ്റെ അരികെ ഒളിച്ചിരുന്ന് മെതിക്കുകയാണ്. നമ്മളാണെങ്കിലോ അവനെ ഭീരുവേ എന്നല്ലയോ വിളിക്കുള്ളൂ.
അതാണ് നമ്മുടെ നോട്ടവും ദൈവത്തിൻ്റെ നോട്ടവും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസ് ഗോഡ്. നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. നമ്മെ കാണുന്ന കണ്ണുകൾ ഇന്ന് രാത്രിയുടെ ഊടാടുന്നുണ്ട്. നമ്മുടെ അന്തർഭാഗത്തുള്ള കേടുകൾ, കുടുംബത്തിൻ്റെ ഉള്ളറകളിലുള്ള കെടുതികൾ, സാമ്പത്തിക വിഷയങ്ങളിലുള്ള ബന്ധനക്കെട്ടുകൾ, തലമുറകളിലുള്ള വേദനയുടെ ആഴങ്ങൾ, സഭാ മണ്ഡലങ്ങളിലുള്ള നമ്മൾ അറിയാത്ത പോരുകൾ. നമുക്കറിയാം, നമ്മുടെ സഭ ആരംഭിച്ചത് തൊട്ടേ അല്പമെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ അസ്ത്രം തൊടുത്തു വിടുന്ന ഒരു മണ്ഡലമാണ് PMG സഭയെന്ന് അന്നേ പിശാചിന് അറിയാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കെതിരെ വെല്ലുവിളിക്കുന്നതും പോരാടുന്നതും ചെറിയ ശക്തികളല്ല. പ്രൈസ് ഗോഡ്. ചുമൽ കൊടുത്ത കുടുംബങ്ങളെയും ചുക്കാൻ പിടിച്ച ഭക്തന്മാരെയും ഇതിനുവേണ്ടി ദൂത് കൊടുത്ത ദൈവദാസന്മാരെയും വല്ലാതെ പീഡിപ്പിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തായി നമുക്ക് ഒരു ചരിത്രം ദൈവം തരാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. പ്രതിയോഗി എഴുതിയിരിക്കുന്ന അന്യായ രേഖകളെ അഴിച്ചു മാറ്റിയിട്ട്, സാത്താന്റെ കൈയെഴുത്തുകളെ അഴിച്ചു മാറ്റിയിട്ട്, ഹാമാന്റെ രേഖകളെ അഴിച്ചു മാറ്റിയിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഉള്ളറയിൽ വെച്ച് ഒരു പുതിയ മേലെഴുത്ത്. ഹല്ലേലൂയ. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ യിരെമ്യാവിൻ്റെ അനുഭവ സാക്ഷ്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവൻ കരഞ്ഞു കരഞ്ഞു പാടിയ പാട്ടാണല്ലോ മോർണിംഗ് സോങ്സ്, വിലാപഗീതം, ലാമെന്റേഷൻസ്. അതിൻ്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ അവന്റെ കോപത്തിൽ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. ഞാൻ അവന്റെ കോപത്തിന്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. പ്രൈസ് ഗോഡ്. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോകുന്നിരിക്കുന്നത്. അടുത്ത വാക്യം കൂടി. അതെ, അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. കൂകി നിലവിളിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല. വെട്ടുകല്ലുകൊണ്ട് വഴിയൊക്കെയും അവൻ എന്റെ വഴി അടച്ചു കളയുകയാണ്. എന്റെ പാതകളെ വികടമാക്കി. നമ്മളെ പരസ്യക്കോലമാക്കി നീ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു. കർത്താവ് എനിക്ക് ശത്രുവെ പോലെയായി. പിടിച്ചു നിൽക്കാൻ പറ്റുമോ ദൈവമക്കളെ? കർത്താവ് എനിക്ക് ശത്രുവെ പോലെയായി. ഉത്സവത്തിന് വിളിച്ചു കൂട്ടുന്നത് പോലെ സർവത്ര ഭീതികളെ നീ എനിക്ക് വിളിച്ചു കൂട്ടുന്നത് യോബും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഈ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കൃപയുടെ തേജസ്സും ആരോഗ്യത്തിൻ്റെ പുഷ്ടിയും ഐശ്വര്യ സമ്പൽ സമൃദ്ധികളും ഉണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാം, പാടാം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ സുഖാനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. കരയുന്ന പ്രവാചകൻ പറയുന്നു, ഞാൻ അവന്റെ കോപത്തിന്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാണ്. നീ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. അതെ, പിന്നെയും പിന്നെയും തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. കൂകി നിലവിളിച്ചിട്ടും ആലമുറയിട്ട് കരഞ്ഞിട്ടും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ച് അഭയാചന കഴിച്ചിട്ടും ഒരു മറുപടിയില്ല. അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ ശരണപ്പെടുവാൻ നമുക്ക് ദൈവം കൃപ തന്നെങ്കിൽ കൊള്ളായിരുന്നു.
എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്നു. അയ്യോ, എൻ്റെ വ്യസനത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ എനിക്കാരുമില്ല. എൻ്റെ മുറിവ് വലുതാണ്, അത് പൊറുക്കാത്തതാണ്. എൻ്റെ പരുക്ക് മാറാത്തതാണ്, അതിനിടുവാൻ ഒരു മരുന്നില്ല. എൻ്റെ മുറിവിൽ പൂശുവാൻ ഒരു കുഴമ്പില്ല. പ്രേസ്, എന്നെ ആശ്വസിപ്പിക്കുവാൻ എനിക്കൊരു ആശ്വാസപ്രദനില്ല. പ്രേസ് ഗോഡ്, സ്തോത്രം. ഇങ്ങനെ ചേറ്റിൽ കിടന്നും കാരാഗ്രഹത്തിൽ കിടന്നും അയ്യം വിളിച്ച ഇരമ്യാവ്, ഇതിനൊരു മറുവശം ഇല്ലയോ? കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഉപവസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവനാമത്തിൽ ചെലവിടുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന് അലമുറട്ട് കരയുന്ന അമ്മയെ, ഒരു മറുപടി ഇല്ലയോ? തലമുറകളെ എണ്ണി എണ്ണി വേദനിക്കുന്ന പിതാവേ, മാതാവേ, മറുപടി ഇല്ലയോ? മറുപടി ഇല്ലയോ? മറുപടി ഇല്ലാത്ത ഒരു കരച്ചിലുണ്ടോ? പ്രേസ്കോ, 3 സഹോദരിമാർ ഒരുമിച്ചാണല്ലോ കല്ലറയ്ക്കൽ പോയത്. ശലോമയും മറ്റ മറിയയും തിരിച്ചു പോന്നിടത്ത് മഗ്ദലക്കാരത്തി മറിയ മാത്രം അവിടെ പിടിച്ചു നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്കൽ നിന്നു. എടുക്കണ്ട, പ്രൈസ് ഗോഡ്. അവൾ കരയുന്നതിനിടയിൽ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിനെ കണ്ടില്ല. തലയ്ക്കലും കാൽക്കലും 2 ദൂതന്മാർ ഇരിക്കുന്നത് കണ്ടു. കൂടെ പോയി അവർ കരയാനുണ്ടായിരുന്നു, കൂടെ പോകാനുണ്ടായിരുന്നു, കൂടെ പാടാനുണ്ടായിരുന്നു. പക്ഷെ കരയാനുണ്ടായിരുന്നോ? കരയാൻ ഒരാളേ ഉള്ളൂ. ആ ദൂതന്മാർ ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു? പ്രൈസ് ഗോഡ്. പെട്ടെന്ന് അവൾ പുറകോട്ട് നോക്കി, പിന്നോക്കം നോക്കി. ഒരു പുരുഷൻ നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ യേശുവിനെ നീ എടുത്തുകൊണ്ടുപോയോ? എങ്കിൽ പറ, ഞാൻ എടുത്തു. അവൻ അവളോട് ചോദിച്ചു, സ്ത്രീയേ, നീ കരയുന്നത്? ചോദിക്കേണ്ടവൻ ഇപ്പൊ സമീപത്തെത്തിയിട്ടുണ്ട്. ദൂതന്മാർ ചോദിച്ചത് കൊണ്ടൊന്നും മറിയയ്ക്ക് ആശ്വാസം പ്രൈസ് ഗോഡ്. ദൂതന്മാരുടെ ശുശ്രൂഷയിൽ ഒരുപാട് വിടുതലുണ്ട്. ബെഥെസ്ദ കുളത്തിൽ കഴിഞ്ഞ 38 കൊല്ലം ആയിരക്കണക്കിന് ജനം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. ഏത് വ്യാധി പിടിച്ചവനായാലും ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഇത് കണ്ടും കേട്ടും കിടക്കുന്നവനാണ് ഇവൻ. യേശു ജനിച്ചിട്ടപ്പോഴും 30 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ 2-3 അത്ഭുതമാണത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവനവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ 38 കൊല്ലമായി. പ്രൈസ് ഗോഡ്. യേശു ചെന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ? ഇവൻ കൊടുത്ത മറുപടി എന്താണ്? ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലെന്നോ പറഞ്ഞാൽ പോരെയോ? കർത്താവേ, ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കുമ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടാക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ സ്വമേധയാ അങ്ങോട്ട് ചെല്ലും മുമ്പേ മറ്റൊരുത്തൻ വെള്ളത്തിലിറങ്ങി അവൻ സൗഖ്യം പ്രാപിച്ച് സ്തോത്രം. പ്രൈസ് ഗോഡ്. കർത്താവ് അവനെ സൗഖ്യമാക്കി. യേശു ജനിക്കും മുമ്പേ ബന്ധിച്ച ബന്ധനത്തെ യേശു അഴിച്ചു മാറ്റി. പ്രൈസ് ഗോഡ്. വീണ്ടും ജനിക്കും മുമ്പേ നമ്മെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ, യേശു ജനിക്കും മുമ്പേ ബന്ധിച്ച ബന്ധനങ്ങൾ, പുരാതനമായ ബന്ധനങ്ങൾ, പഴമയുടെ ബന്ധനങ്ങൾ, പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ, പൗരോഹിത്യത്തിന്റെ ബന്ധനങ്ങൾ, കുലത്തിലും കുടുംബത്തിലുമുള്ള ബന്ധനങ്ങൾ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആദാമിലൂടെ കെട്ടിയ കെട്ട്, ഏദൻ തോട്ടത്തിൽ വെച്ച് കെട്ടിയ കെട്ട്, ഗദശമന തോട്ടത്തിലൂടെ ഒടുക്കത്തെ ആദാം അഴിച്ചു മാറ്റി. മിൽട്ടൺ എന്ന് പറയുന്ന മനുഷ്യൻ മഹാപണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പാരഡൈസ് ലോസ്റ്റ്, പറുദീസ നഷ്ടം. ഈ ഒരു പുസ്തകം എഴുതി അദ്ദേഹം അങ്ങ് നിർത്തുകയാണ്. ലോകപ്രസിദ്ധമാണ് പാരഡൈസ് ലോസ്റ്റ്. പക്ഷേ ദൈവം പറഞ്ഞു, മോനെ, ഇവിടെ കൂടെ നീ നിർത്തരുത്, നീ ഒരു പുസ്തകം കൂടെ എഴുതണം.
എന്താണ്? പറുദീസ തിരിച്ചുവരവ്, പാരഡൈസ് റീഗൈൻഡ്. ഒന്നാമത്തെ ആദാമിലൂടെ പറുദീസ നഷ്ടപ്പെട്ടെങ്കിൽ ഒടുക്കത്തെ ആദാമിലൂടെ പറുദീസ തിരികെ പിടിച്ചു. ഒന്നാമത്തെ ആദാമിലൂടെ കെട്ടിയ കെട്ടുകൾ ഒടുക്കത്തെ ആദാമിലൂടെ അഴിഞ്ഞു മാറുകയാണ്. എന്തുകൊണ്ടെന്നാൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്റെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഇന്നലകളിൽ അടിയാത്ത ബന്ധനങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, തലമുറകളിൽ നിന്ന് ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ അടികൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ട് കഠിന ശോധനയിൽ അകപ്പെട്ടു പോയ കരയുന്ന പ്രവാചകൻ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ആദർ എന്നുള്ളത് നോക്കിക്കൊള്ളണം. യിരെമ്യ ദ വീപ്പിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകനായ യിരെമ്യാവ്. പ്രൈസ് ഗോഡ്. അപ്പൊ കരഞ്ഞുകൊണ്ട് നിന്ന മറിയയാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടത്. അപ്പൊ ഇത്രയും കഷ്ടം സഹിച്ച ഈ യിരെമ്യാവിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം വേണ്ടയോ? ഇത്രയും ദീർഘകാല കഷ്ടം സഹിച്ച യിരെമ്യാവിന് കരഞ്ഞ് കരഞ്ഞ് ഒരു പുസ്തകം എഴുതിയ യിരെമ്യാവിന് എന്തെങ്കിലും ഒരു ഡൊണേഷൻ ദൈവം കൊടുക്കണ്ടയോ? യിരെമ്യാവിൻ്റെ പുസ്തകം 51 അധ്യായം 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. സിസ്റ്റർ വായിച്ചാൽ മതി, ഞാൻ ഏറ്റു പറയുന്നില്ല. യിരെമ്യാവ് 51:20 തൊട്ടുള്ള നീ എന്റെ വെൺമഴവും യുദ്ധത്തിലുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെ കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവൻ്റെ ഏർക്കാളയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും. നിങ്ങൾ കാണുകെ ഞാൻ നിന്നെ കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാധിപതികളെയും തകർക്കും. നമ്മുടെ ഈ കൊച്ചു സഭയ്ക്ക് ഇന്ന് രാത്രി ഞാനും അങ്ങ് സമർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് ഏറ്റെടുക്കാമോ? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ സ്വത്രം അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, വാളിന്റെ വാക്ക് തെറ്റി, സിംഹങ്ങളുടെ വായ് അടച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ PMG സഭ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പ്രൈസ് ഗോഡ്. ഇത്രയും ജനം ഈ വല്ലാത്ത ഈ കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ശരീരഘടനകളെ വേദനിപ്പിക്കുന്നുണ്ട്. ആഹാരം വെറുപ്പ്, കാൽമുട്ട് വേദന, നടുവേദന, ആ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ എടുത്ത എല്ലാവരും ആ അലട്ടലിൻ്റെ നടുവിൽ ഇത്രയും പേര് സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കുന്നതിൻ്റെ നടുവിൽ എന്തെങ്കിലും ഒരു റിട്ടേൺ ദൈവം തരാതിരിക്കുമോ? ദൈവം യിരെമ്യാവ് ഇത്രയും കരഞ്ഞതിന് ഇപ്പം വീട്ടിൽ ചെന്നിട്ട് ദൈവദാസന്മാരെ ഒന്നുകൂടെ വായിക്കണം. നമ്മോടുള്ള ദൂതാണത്. നമ്മെ ദൈവത്തിന് വേണം. ആർക്കും വേണ്ടാത്ത നമ്മെ ദൈവത്തിന് വേണം. ഈശായിക്ക് വേണ്ടാത്ത ദാവീദിനെ ദൈവത്തിന് വേണം. ദാവീദിന്റെ ചേട്ടന്മാർക്ക് ദാവീദിന് വേണ്ട. ദാവീദിന്റെ അപ്പനും അമ്മയ്ക്കും ദാവീദിന് വേണ്ട. എന്നാൽ ദൈവത്തിന് ദാവീദിനെ വേണം.
അതുകൊണ്ടല്ലേ എൻ്റെ അപ്പനും അമ്മയും 118 സങ്കീർത്തനം വെറുതെ പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. പ്രൈസ് ഗോഡ്. 7 പേരെയും ദൈവം തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞിട്ട് 8ാമത് എനിക്കൊരു മോനുണ്ടെന്ന് അമ്മാമ്മേ ഈ അപ്പനും അമ്മയും പറഞ്ഞു. നമുക്കിനി പന്തിക്കിരിക്കാം. ഞാൻ വന്ന കാര്യം സാധിച്ചിട്ടല്ലാതെ നാം പന്തി ഭോജനത്തിന് ഇനി നിനക്കാരെങ്കിലും ഉണ്ടോ? ഇത്ര ഈ പവിഴ നിറമുള്ള ഈ സാധുശീലനായ ഈ കിന്നര വായനക്കാരനായ ഈ ഇടയ ചെറുക്കനെ ഈ അപ്പനും അമ്മയും ഇത്ര വെറുക്കാനുള്ള സംഗതി എന്താണ്? നിന്റെ തെരഞ്ഞെടുപ്പ് വലുതായതിനാൽ, നിന്റെ നെറ്റിമേൽ വയ്ക്കുവാൻ പോകുന്ന രാജത്വത്തിന്റെ മുദ്ര വലുതായതിനാൽ എല്ലാവരും നിന്നെ വെറുത്തതാണ്. ഇത്ര അധികം തിരസ്കരിക്കപ്പെട്ടാലേ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് അവന് കിട്ടുകയുള്ളൂ. പള്ളക്കാടുകളിൽ തള്ളയാടുകളെ മേച്ചുകൊണ്ട് തള്ളപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവനായി, ഘോര മൃഗങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് അവൻ കാട്ടാട്ടിൻ പാറകളിൽ കിടക്കുമ്പോൾ അവനെ തേടിപ്പോയി. ദൈവത്തിലെ നമ്മളെവിടെ കിടക്കുന്നെന്ന് ദൈവത്തിനറിയാം. നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നു. നമ്മുടെ കൊച്ചു കൊച്ചു സ്തോത്രത്തിനും കൊച്ചു കൊച്ചു ശുശ്രൂഷയ്ക്കും ഒരു വില തരുവാൻ ദൈവം തൻ്റെ മുദ്രയുമായി ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചു സഭകളെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ എനിക്കാണെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഇപ്പോൾ ഒട്ടും സമയമില്ല. എങ്കിലും പല കുടുംബങ്ങൾ ആ സഭയിൽ വന്നു ചേരുകയാണ്. അവരെ ചെന്ന് കാണാനോ താലോലിക്കാനോ എനിക്ക് സമയം കിട്ടുന്നില്ല. എൻ്റെ പ്രൈസ് കോഡ്. എങ്കിലും പല കുടുംബങ്ങൾ വന്നു ചേരുന്നു. പ്രൈസ് കോഡ്. വരും ദൈവമക്കളെ, കണ്ണുനീരോടെ വിതച്ചാൽ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടന്നാൽ കട്ട ചുമന്ന് അത് ദൈവം നമുക്ക് സംഭവിക്കട്ടെ. നമ്മുടെ സഭകൾ നിറഞ്ഞു കവിയട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒറ്റപ്പെട്ട അടിയും ഒറ്റപ്പെട്ട ദൈവകോപവും ഒറ്റപ്പെട്ട ശിക്ഷയും സഹിച്ചാൽ ഒറ്റപ്പെട്ട വിജയം ദൈവം നമുക്ക് തരും. സ്തോത്രം, സ്തോത്രം. ഹോശയ്യാ പ്രവചനം 5-ാം അധ്യായം. ഹോശയ്യാ പ്രവചനം നമുക്കറിയാം. യഹൂദാ ഗോത്രത്തെയും എഫ്രൈം ഗോത്രത്തെയും കുറിച്ചുള്ള ഒരു ദൂതാണ് ഹോശയ്യാ പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിൽ 5-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കോപം ഈ 2 ഗോത്രത്തിൽ വന്ന് വീണു. വായിക്കാം. ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദാ ഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പോയി കളയും. ഞാൻ പിടിച്ചുകൊണ്ടു പോകും, ആരും വിടുവിക്കുകയുമില്ല. കണ്ടോ ദൈവത്തിന്റെ കോപം? ദൈവത്തിന്റെ കോപം. ഞാൻ സിംഹത്തെ പോലെ യഹൂദാ ഗോത്രത്തെ കീറിക്കളയും, ബാലസിംഹത്തെ പോലെ എഫ്രൈം ഗോത്രത്തെ കീറിക്കളയും, ആരും വിടുവിക്കയില്ല. അടുത്ത വാക്യം. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കണ്ടോ, ദൈവം പിണങ്ങിപ്പോയി ദൈവത്തിന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കഷ്ടം വരുമ്പോഴേ അയ്യം വിളിച്ചുകൊണ്ട് അവര് ദൈവത്തിന് അതറിയാം. നമ്മൾ വിചാരിച്ചു ഈ സമീപകാലത്തൊന്നും ദൈവം ഈ ജനത്തെ ഇനി രക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്ര ഉഗ്രതയോടെ കടിച്ചു കീറി വലിച്ചെറിഞ്ഞിട്ട് ദൈവം പോയത്. ദൈവത്തിലെ അതാണ് നമ്മൾ നേരത്തെ പാടിയ പാട്ട്. ജ്വലിക്കലും അവൻ കോപം. ദൈവത്തിന് ദൈവം ആരാണെന്നറിയാമോ? അവൻ മുറിച്ചാൽ മുറിവ് കെട്ടുന്നവൻ, അവൻ ചതച്ചാൽ തൃക്കൈ. 6-ാം അധ്യായം 1-2 വാക്യം. 7-ാം അധ്യായത്തിലേക്ക് പോയില്ലല്ലോ, 6-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട് അതിന്റെ മറുപടി. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. പിശാചാണോ കടിച്ചു കീറിയത്? പിശാചാണോ? ദൈവം കടിച്ചു കീറിയിരിക്കുന്നു. അവൻ സൗഖ്യമാക്കും. അത് ദൈവം സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ മുറിവ് കെട്ടും. അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. പണ്ട്
ഒരു വിടുതലിന് വേണ്ടി കൊതിച്ചുകൊണ്ട്, ഒരു രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട്, വീട്ടിൽ സ്വസ്ഥതയില്ല, ഭാര്യ ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല, പലപ്പോഴും ആട്ടിൻ തൊഴുത്തിലാണ് ആ ഭക്തൻ കിടക്കുന്നത്. യോവേൽ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനാണ്, നെയ്യാറ്റിൻകര, ഉള്ള സംഭവമാണ്, അല്ല ഊഹമല്ല ഈ പറയുന്നത്. അദ്ദേഹം 1-2 പാട്ട് പാടി. അദ്ദേഹം പാടിയാൽ ഒരടി ഇതാണ്: ദിവസങ്ങൾ എണ്ണി എണ്ണി ദിനരാത്രങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ എണ്ണി എണ്ണി ദിനരാത്രങ്ങൾ കഴിഞ്ഞു, ദീനത ആണോ നിന്റെ ഭാരവു കാൺമാൻ, നിരനിരയായി ദൂതന്മാർ നിരന്നുവാനിൽ പാടുന്ന സുദിനം കാണുവാൻ കൺകൾ കൊതിച്ചിടുന്നേ. അദ്ദേഹം ഇങ്ങനെ ദൈവത്തിൻ്റെ വരവാണ് പ്രത്യാശയാ കാത്തിരിക്കുന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പ്രൈസ് ഗോഡ്. വേദനപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതല്, നിനക്ക് വേണ്ടി ദൈവം നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വിടുതൽ തന്നില്ലെങ്കിലും സ്നേഹത്തിൽ അവൻ മിണ്ടാതിരുന്നാലും അവൻ കോശത്തോടെ ആനന്ദിച്ച് നമ്മുടെ അടുക്കൽ വെളിപ്പെട്ടു വരുന്നൊരു സുദിനമുണ്ട്. പ്രൈസ് ഗോഡ്. കണ്ടോ, ഇവിടെ കടിച്ചു കീറി വലിച്ചെറിഞ്ഞു. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന എല്ലാ വീടുകളിലും വിടുതൽ ആവശ്യമുണ്ട്. എല്ലാ സഭകളിലും വിടുതൽ ആവശ്യമുണ്ട്. എല്ലാ ദൈവദാസന്മാരിലും വിടുതൽ ആവശ്യമുണ്ട്. പിന്നെ ഒരു കാലത്ത് നമ്മൾ ഇത്തിരി അഹങ്കരിച്ചു പോയി. ആ ദൈവസേനയെ സമർപ്പിച്ചേ പറ്റൂ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ദൈവദാസന്മാരുടെ ശിക്ഷണം പഠിച്ച് പിന്നെ ആശുപത്രി പോയിട്ട് വന്ന നീ ഇങ്ങോട്ട് കൈ നീട്ടരുത്, മരുന്ന് ഉപയോഗിക്കുന്ന നീ ഇങ്ങോട്ട് കൈ നീട്ടരുത്, കർത്തന് മേശ വെച്ചുകൊണ്ട് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അതിൻ്റെയൊക്കെ ഒരു ശിക്ഷയും ഇപ്പോൾ ദൈവസഭ അനുഭവിക്കുന്നുണ്ട്. ജനം ചിന്തിയവരും ചിതറിയവരും കുഴഞ്ഞവരും എന്ന് കണ്ടിട്ട് അവരെ അടച്ചു കെട്ടി ആക്ഷേപിക്കുകയല്ല യേശു ചെയ്തത്, മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കുകയാണ് ചെയ്തത്. പ്രൈസ് ഗോഡ്. സ്തോത്രം, സ്തോത്രം. മുറിപ്പെട്ടവരെ കണ്ടാൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു അനുകമ്പ കാണിച്ചിട്ട് പോയിട്ട് എന്തർത്ഥം? ആ പുരോഹിതൻ പോയതുപോലെ, ആ ലേവ്യൻ പോയതുപോലെ, ഓ കഷ്ടമായിപ്പോയി, ആരോ അടിച്ച് അർത്ഥപ്രാണനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? പുരോഹിതൻ്റെ നോട്ടം കൊണ്ടും ലേവ്യൻ്റെ നോട്ടം കൊണ്ടും ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മുറിപ്പെട്ടവന് ഒരാശ്വാസമുണ്ടോ? വരേണ്ടവൻ വന്നപ്പോൾ അവൻ വാഹനത്തിൽ ഇറങ്ങി, അവൻ്റെ വസ്ത്രം കീറി, അവൻ്റെ മുറിവ് കെട്ടി, എണ്ണയും വീഞ്ഞും പകർന്നു, അവൻ താങ്ങിയെടുത്ത് അവൻ്റെ വാഹനത്തിൽ അവനെ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ട് രക്ഷ ചെയ്തു. അവൻ്റെ കീശ തുറന്ന് 2 വെള്ളിക്കാശെടുത്ത് അവന് കൊടുത്തു. മടങ്ങി വരുമ്പോൾ അധികം ചെലവിട്ടാൽ നിനക്ക് തന്നുകൊള്ളാം. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. എൻ്റെ ദൈവമക്കളൊന്നും പറയരുത്, ഞാനൊരു CSI പുരോഹിതൻ്റെ മകനാണ്. CSIയിലും മർത്തോമയിലും ഉള്ള ചാരിറ്റബിൾ ആക്ട് പോലും പലപ്പോഴും പെന്തക്കോസ്തിൽ കാണാറില്ല. കുറ്റം പറഞ്ഞെന്ന് പറയരുതേ. പ്രൈസ് ഗോഡ്. അങ്ങനെ പറയുന്നവനല്ല ഞാൻ. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തിൻ്റെ മനസ്സലിവ് ഏറ്റെടുക്കാം. അന്ന് ശപിക്കപ്പെട്ടവരെയും അനുഗ്രഹിക്കപ്പെട്ടവരെയും തമ്മിലൊക്കെ പറഞ്ഞത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു. അപ്പോൾ അവർ പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ്, അയ്യോ ഞങ്ങൾ ഒരിക്കൽ പോലും നിനക്ക് ഭക്ഷിക്കാനും തന്നിട്ടില്ല, രോഗിയായിരുന്നപ്പോൾ നിന്നെ കാണാനും വന്നിട്ടില്ല. എൻ്റെ ഈ എളിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ. മറ്റേ കൂട്ടരോട് പറഞ്ഞു,
ഞാൻ നഗ്നരായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കർത്താവേ നീ അങ്ങനെ ആയിരിക്കും ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഈ എളിയവരിൽ ഒരുത്തനെ ചെയ്യാത്തിടത്തോളം നിങ്ങൾ എനിക്കാണ് ചെയ്യാത്തത്. പ്രൈസ് ഗോഡ്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് നാം തുടരുമെങ്കിൽ ആൺമക്കളെ കൊയ്തെടുക്കാം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 100-105 ദിവസം കൊണ്ട് ഞാൻ അടയ്ക്കപ്പെട്ടവനായി, കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി പോലെ, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകൾ പോലെ, വെട്ടുകല്ല് കൊണ്ട് വഴി അടയ്ക്കപ്പെട്ടവനായി, പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം വേലി കെട്ടി അടച്ചവനായി, കരീത്ത് തോട്ടിലിരുന്ന ഏലിയാവിനെ പോലെ ഞാൻ അകപ്പെട്ടു പോയി. പക്ഷെ ദൈവം ദൈവമാണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. ഗോഡ് ഈസ് ഗോഡ്. നമ്മുടെ ദൈവം ദൈവമാണ്. നമ്മെ അറിയുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്, നമ്മെ കാണുന്ന ദൈവമാണ്, നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവമാണ്, നമ്മുടെ ആകുലങ്ങൾ അറിയുന്ന ദൈവമാണ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി നമുക്ക് 1-2 വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വന്നെങ്കിൽ അത് സ്ഥിരമായി നിൽക്കുന്നതല്ല. പ്രൈസ് ഗോഡ്. അത് മാറിപ്പോകും. ദൈവം നമുക്ക് ആശ്വാസകാലങ്ങൾ കൽപ്പിച്ചാക്കും. ദൈവത്തിന് സ്തോത്രം. സ്ഥിരമായി ഒരു ബാധയും നമ്മെ അലട്ടുകയില്ല, ഒരു മഴയും പെയ്ത് തോരാതിരിക്കയില്ല എന്ന് ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. പെയ്ത് തോരാത്ത ഒരു മഴയുണ്ടോ? ഇന്നും മഴ പെയ്തല്ലോ. അതുകൊണ്ട് ദൈവകോപം നിന്നെ വിട്ട് മാറിയിരിക്കുകയാണ്. ദൈവസ്നേഹം നമ്മുടെ മേൽ പെയ്തിറങ്ങാൻ പോകുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. 12:1. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ 3-ാം നാളിൽ എന്ന് പറയും പോലെ ആ നാളിൽ നീ പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്ന നാളിൽ, ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ചാട്ടെഴുതി തൂക്കുന്ന നാളിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്ന നാളിൽ, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കുന്ന നാളിൽ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസമുണ്ട്. അങ്ങനെ ഒരു ദിവസമുണ്ട്. ഇരമ്യാവ് 40:4 വായിച്ചു നോക്കണം. ഇരമ്യാവ് 40:4 ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്യമുണ്ട്. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല, ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. ഇന്നലകളിൽ അഴിഞ്ഞതൊക്കെ അങ്ങ് അഴിഞ്ഞു പോകട്ടെ. ഇനി ഇന്ന് അഴിക്കേണ്ട വിഷയം പ്രൈസ് ഗോഡ് അങ്ങനെ ഒരു നല്ല നാളാക്കി ഇന്നത്തെ ദിവസത്തെ ദൈവം തീർക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് നിന്റെ ചങ്ങല അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. ഇന്ന് ചില ചങ്ങലകൾ അഴിയട്ടെ. ബിക്കനും തടിച്ച നാവുള്ളവനുമായി ഞാൻ എനിക്കറിയാമെന്നുള്ള ചില വാക്യങ്ങൾ ഇവിടെ ഉച്ചരിക്കുമ്പോൾ ഉയരത്തിലെ ദൈവം തൻ്റെ കരം നീട്ടി യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്കു തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അടിക്കുന്നത് അത് മത്തായി 16-ലാണെങ്കിൽ 18:18 സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ പക്കൽ തരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇന്ന് ചിലത് അഴിയട്ടെ. ഇതാ ഇന്ന് ഞാൻ നിന്റെ കൈമേലുള്ള ചങ്ങല അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ അഴിയാത്ത ചില ബന്ധനങ്ങൾ എന്നിലുമുണ്ട്. ഓ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മുടെ കെട്ടഴിക്കുന്ന നാളിൽ, ദൈവം നമ്മുടെ രട്ടഴിക്കുന്ന നാളിൽ, ദൈവം നമ്മുടെ മുറിവ് കെട്ടുന്ന നാളിൽ, ദൈവം നമുക്കൊരു ഉയർപ്പ് തരുന്ന നാളിൽ, പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇവിടെ 3-ാം നാളിലായിരുന്നെങ്കിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ നാളിൽ, ആ നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് കോപം മാറിയാൽ പിന്നെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഒരു ആശ്വാസമാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇതൊരു കൊച്ചു യുദ്ധമല്ല ഇവിടെ നടക്കുന്നത്. ആകാശമണ്ഡലത്തിൽ അന്ധകാര ശക്തികൾ ഈ ഉപവാസത്തിനെതിരെ നില ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഉപവാസത്തിന്റെ മറുപടിയുമായി ദൂതന്മാർ പുറപ്പെട്ടാൽ അവരെ തടയുന്ന അന്ധകാര ശക്തികൾ ആകാശമണ്ഡലത്തിലുണ്ട്. അതിശ്രേഷ്ഠ പ്രവാചകനായ ദാനിയേൽ ഉപവസിച്ച ആരംഭ ദിവസത്തിൽ മറുപടിയുമായി ഒരു ചോട്ടാ ദൂതനല്ല, ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ ഗബ്രിയേൽ മറുപടിയുമായി ആകാശമണ്ഡലം വരെ എത്തിയതാണ്. എന്നാൽ ആ ദൂത് അവൻ്റെ അടുക്കലെത്താതെ വണ്ണം പാർസി പ്രഭു ആകാശമണ്ഡലത്തിൽ 21 ദിവസം തടഞ്ഞു നിന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. ദൈവം അടുത്ത പ്രധാന ദൂതനായ മീഖായേലിനോട് പറഞ്ഞു, മീഖായേലേ, നീ അങ്ങോട്ട് ചെല്ല്. ഗബ്രിയേൽ അവിടെ നിൽക്കുകയാണ്, ദാനിയേലിന്റെ അടുക്കൽ വരെ എത്തിയിട്ടില്ല. നീ അങ്ങോട്ട് ചെല്ല്. ദൈവത്തിന്റെ കമാൻഡ് കേട്ട് ദൈവത്തിന്റെ വാളുമായി യുദ്ധവീരനായ മീഖായേൽ പാർസി പ്രഭുവിന്റെ അടുക്കലേക്ക് വന്നു. മീഖായേലിനെ കണ്ടപ്പോൾ പാർസി പ്രഭു വഴിമാറി. ഗബ്രിയേൽ ഫ്രീ ആയി. ഗബ്രിയേൽ ദാനിയേലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അവിടെ നിന്ന് വിളിച്ചൊരു വാക്കെന്താണ്? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. ഉപവസിക്കുന്നവർക്ക് ദൈവം ആ പേരിടും. വേറെ ആരും പേരിടേണ്ട കാര്യമില്ല. ഉപവസിക്കുന്നവരെന്ന് ഉയരത്തിൽ നിന്നൊരു പേര് ദൈവം കൊടുക്കും. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നിന്റെ ഉപവാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നിനക്ക് മറുപടി തരുവാൻ ഞാൻ പുറപ്പെട്ടതാണ്. പ്രൈസ് ഗോഡ്. ആകാശമണ്ഡലത്തിൽ നാം അറിയാത്ത യുദ്ധമുണ്ട്. പ്രൈസ് ഗോഡ്. പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, കിങ്ഡംസ് ആൻഡ് ഡൊമിനിയൻസ്. ഇതൊരു ഡൊമൈൻ പവറാണ്, പാർസി പവർ. പ്രൈസ് ഗോഡ്. ഭാഷകളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലത്തെയും തകർത്തുകൊണ്ട് ദൈവം തന്റെ ദൂതുമായി ഇന്ന് രാത്രി ഇറങ്ങി വരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ സ്ഥിരമായി നിൽക്കുവാൻ മോശയുടെ ശരീരത്തിൻ്റെ മേലും മഹാപുരോഹിതനായ യോശുവയുടെ ശരീരത്തിൻ്റെ മേലും അവകാശം പറഞ്ഞ് വാതുകെട്ടിയതുപോലെ ഓരോ ദൈവദാസന്മാരുടെ മേലും, ഓരോ കുടുംബത്തിൻ്റെ മേലും, ഓരോ തലമുറകളുടെ മേലും അപവാദം പറഞ്ഞ് വാതുകെട്ടി നിൽക്കുന്ന ശക്തിക്കെതിരെ ദൈവം പറയും, സാത്താനേ, യഹോവ നിന്നെ ഭർഷിക്കുന്നു. ഇന്ന് രാത്രി ദൈവം അവിടെ എഴുന്നള്ളി വരട്ടെ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം ജെയിൻ സാറിൻ്റെ ദൂത് കേൾക്കാൻ, മോഡി സിസ്റ്ററിൻ്റെ ദൂത് കേൾക്കാൻ, പട്ടത്തെ പ്രവാചകൻ്റെ ദൂത് കേൾക്കാൻ, MA ജോൺ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ മറ്റു സഭകളിലൊക്കെ ഓരോ ലോക്കൽ സഭകളിലും ഓടിക്കൂടും. ഇപ്പോൾ സഭയിലുള്ളവർ പോലും വരില്ലല്ലോ. ഈ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരട്ടെ. പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവം നമ്മെ തള്ളിക്കളയൂല. ദൈവവൈതലേ, ഉപവസിക്കുന്ന സഭ ഉയരത്തിൽ വസിക്കും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്ന സഭ പർവ്വതങ്ങളെ തകർക്കും. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് ഗംഭീരമായി പ്രസംഗിക്കുന്നവനെ കണ്ടാൽ, പ്രാർത്ഥിക്കാത്തവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാതെ പ്രസംഗിക്കാമല്ലോ, പിശാച് ചിരിക്കും. എന്നാൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ കണ്ടാൽ പിശാച് വിറയ്ക്കും. പ്രൈസ് ഗോഡ്. തകർക്കുന്നവൻ ഇന്ന് രാത്രി നിനക്ക് മുമ്പായി പുറപ്പെടുകയാണ്. നിന്റെ രാജാവ് നിന്റെ തലക്കലും നിന്റെ ദൈവം നിന്റെ കാൽക്കലുമായി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുന്ന ദിവസമാണ്. നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ത്? എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? നീ ഇങ്ങനെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നിലവിളിക്കുന്നത് എന്ത്? 12-ാം അധ്യായത്തിൽ ആശ്വാസം വന്നെങ്കിൽ 40-ാം അധ്യായം കൂടെ ഒന്ന് വായിക്കണേ. ഏശയ്യാ 40:1. അത് കഴിഞ്ഞ് 66-ന്റെ അവസാനത്തെ ഒരു വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 40:1. ഇനി ആശ്വാസമാണ്. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു. അടുത്ത് യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു, അവളുടെ യുദ്ധസേവ കഴിഞ്ഞു. ചുമ്മാ പ്രാർത്ഥിച്ചു. ഹലോ, നിങ്ങൾ ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത്? എങ്ങനെ സംസാരിക്കണം? യെരൂശലേമിനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഒന്നുകൂടെ വായിക്കണം സിസ്റ്റർ. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഭക്തജനത്തെ നോക്കിക്കൊണ്ട്, നിങ്ങൾ ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത്? നിങ്ങൾ എന്താ മുഖം പാടിയിരിക്കുന്നത്? അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. ദൈവഭക്തിയുള്ള നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്? അല്ലെ പിന്നെ യെശയ്യാവിനെ പോലെ ഞാൻ പ്രസംഗിക്കേണ്ടി വരൂല്ലേ? ആകാശമേ കേൾക്ക, ഭൂമിയെ എന്ന് പ്രസംഗിക്കേണ്ടി വരൂല്ലേ? പ്രൈസ് ഗോഡ്. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. ഇനി നിനക്ക് പ്രതിക്രിയയില്ല, ഇനി നിനക്ക് ദൈവത്തിന്റെ കോപമില്ല, ഇനി നിനക്ക് ആശ്വാസത്തിന്റെ കാലമാണ്. പരിഭ്രമത്തിന്റെ പാനപാത്രം, ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം ഇനി നീ കുടിക്കേണ്ടതല്ല. അത് ഞാൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. നിന്റെ നാണത്തിന് പകരം ഞാൻ ഇരട്ടി ഓഹരിയും, നീ ലജ്ജ സഹിച്ചതിന് പകരം ഇരട്ടി അവകാശവും നിനക്ക് തരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന നമുക്ക് ദൈവം ചിലത് തരാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. അവൻ കൈ തുറന്നാൽ നമ്മുടെ വയറ് നിറയും. പ്രൈസ് ഗോഡ്. നാം വായ് തുറന്ന് സ്തോത്രം പറഞ്ഞാൽ നമ്മുടെ യൗവനം കടുകനെ പോലെ പൊതുകി വരത്തക്കവണ്ണം അവൻ നമ്മുടെ വായെ നന്മ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിറവുകൾ കുറവുകൾ മാറി നിറവുകളായി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവ് 66-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്, അമ്മ
ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ലുപോലെ. ഏറ്റവും വലിയ രോഗം അസ്ഥിക്കകത്തുനിന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അസ്ഥിക്കകത്തുനിന്ന് എൻ്റെ അസ്ഥി, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ പറ്റിപ്പോ. അപ്പൊ അസ്ഥിക്കകത്ത് കണ്ടോ, ഇത് കണ്ടിട്ട് നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. നിന്റെ അസ്ഥികൾ അസ്ഥിക്കകത്തും തലച്ചോറിനകത്തും അകത്തളങ്ങളിലുള്ള സകല ബന്ധനങ്ങളും അഴിച്ചു മാറ്റി ഇളം പുല്ലുപോലെ തഴയ്ക്കുന്ന ദൈവത്തിൻ്റെ ഒരു ആശ്വാസം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസിലോ. നമുക്ക് ചേർന്നവരോടെ പാടാമോ? സന്ധ്യയിങ്കൽ ബിലാപവും സന്തോഷം ഉഷസിങ്കലും. സന്ധ്യയിങ്കൽ ബിലാപവും സന്തോഷം ഉഷസിങ്കലും. പരപരമേശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ ഓ പരപരമേശ നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ നിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ നിറവല്ലോ. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിൽ ഉള്ളിലിഞ്ഞാൽ മിന്നും സൂര്യ ശോഭ കാണും. കാർമേഘത്തിൽ മിന്നും സൂര്യ ശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷം ഉഷസിങ്കലും. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷം ഉഷസിങ്കലും. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രയൻ
വരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. വരമരമേശ വരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. പരമരമേശ വരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. പരമരമേശ വരമരുളീശ നീ അത്രേ രക്ഷാസ്ഥാനം. കർത്താവ് തൻ്റെ അഭിഷിക്തനെ ശക്തമായി തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. വളരെ ശക്തമായ ആലോചനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമുക്ക് ആവശ്യമുള്ള ഹല്ലേലൂയ ദൂതുകൾ നമ്മെ കേൾപ്പിച്ചു. ആ കർത്താവിന് കരങ്ങൾ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. നമ്മുടെ ദൈവത്തിൻ്റെ കോപം, അവൻ ഹല്ലേലൂയ കോപിക്കുന്ന ദൈവമാണ്. നാം മനം തിരിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, നാം പാപം വച്ചുകൊണ്ടിരുന്നാൽ, അശുദ്ധി വച്ചുകൊണ്ടിരുന്നാൽ അവൻ കോപിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചല്ലോ. നാം ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ ദൈവത്തിൻ്റെ ആലോചനയെ പലപ്പോഴും തട്ടിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ, അനുസരിക്കാതെ മത്സരികളായി മുന്നോട്ട് പോയാൽ അവൻ കോപിക്കുന്ന ദൈവമാണെന്ന് കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. അവൻ്റെ ഹല്ലേലൂയ ലംഘനങ്ങൾ ഹല്ലേലൂയ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവം കോപിക്കുന്ന ദൈവമാണ്, ദൈവം ഹല്ലേലൂയ ശിക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടല്ലോ. എന്നാൽ അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞു. മാനസാന്തരപ്പെട്ടാൽ, മടങ്ങി വന്നാൽ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ, ഒരു മടങ്ങി വരവുണ്ടായാൽ, ഹല്ലേലൂയ, ലംഘനങ്ങളുടെ പൊറുക്കപ്പെടേണ്ടതിന്, ക്ഷമിക്കപ്പെടേണ്ടതിന് അവ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെന്നാൽ അവൻ ഹല്ലേലൂയ വളരെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അവൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളതെന്ന് കേട്ടല്ലോ. ആകയാൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർത്താലും ഊഷസ്സിൽ ആനന്ദഘോഷം കേൾപ്പിക്കുന്ന നമ്മുടെ നല്ല കർത്താവ്. ഹല്ലേലൂയ. വേഗം നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നവൻ. ഹല്ലേലൂയ. ദാനിയേൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അടുത്തു ചെന്നപ്പോൾ പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചവൻ. ഹല്ലേലൂയ. നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്ന് കേൾപ്പിച്ചല്ലോ. ആശ്വാസദായകനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ വസ്ത്രങ്ങളെ അല്ലേ ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറിക്കൊണ്ട് നാം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ നാം പലപ്പോഴും കർത്താവിനെ ദുഃഖിപ്പിച്ചു പോയി, അവൻ്റെ വചനത്തോട് മത്സരിച്ചു പോയത് ഓർത്തുകൊണ്ട് ദൈവമേ എങ്കിലും നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. നീ തിരുമേനി അവിടുന്ന് ഞങ്ങളെ മടക്കി വരുത്തിയല്ലോ. അങ്ങയുടെ മഹാസ്നേഹത്തിലേക്ക് പിന്നെയും വലിച്ചടുപ്പിച്ചല്ലോ. നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലല്ലോ. നീ എത്ര കരുണയുള്ളവൻ, നീ എത്ര ദയാലു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങയെ സേവിക്കുമെന്നുള്ള തീരുമാനത്തോടെ ഞാൻ ഇനി പാപത്തെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു ചെല്ലാം. അനുദപിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെയും അവൻ കൈവിട്ട് കളയില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Glory to Lord, glory to Lord, glory to Lord. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം മഹാകരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
നാം ഹല്ലേലൂയ നമ്മുടെ ചില ലംഘനങ്ങൾ കൊണ്ട് ചിലപ്പോൾ ദൈവം ഹല്ലേലൂയ ചില ശോധനയിലൂടെ നമ്മെ കടത്തിവിട്ടാലും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആഴമായി ഹല്ലേലൂയ അനുഭവിക്കുമെങ്കിൽ ഏതാനും ഹല്ലേലൂയ ഒരു ഷോർട്ട് സമയത്തേക്ക് ദൈവം ഹല്ലേലൂയ ആമേൻ ആ പ്രാർത്ഥന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരു വിടുതൽ അയച്ചില്ലെങ്കിലും വരും വലിയ താമസമില്ലാതെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആശ്വാസകരം ഉണ്ടാകും. അത് നിശ്ചയമാണ്. ഹല്ലേലൂയ അത് നാം ഹല്ലേലൂയ അനവധി സന്ദർഭങ്ങളിൽ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ ആഴമായ മനസാന്തരത്തോട് അടുത്ത് ചെല്ലാം. ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. ദൈവദാസനെ ദൈവത്രത്തോളം ശക്തമായി ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ കണ്ടുണരുവാൻ, ഒന്നും മടങ്ങി വരുവാൻ അപ്പച്ചൻ ഹല്ലേലൂയ നമ്മെ സഹായിച്ചല്ലോ. തൻ്റെ അഭിഷക്തൻ അതിനായി ഉപയോഗിച്ചല്ലോ. പിന്നെയും അനേകർക്ക് അനുഗ്രഹമായി. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഭക്തനെ ദൈവം ഉപയോഗിക്കട്ടെ, അഭിഷക്തനെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ 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 കടന്നു വന്ന് ശുശ്രൂഷ നിവർത്തിച്ച ദൈവഭക്തനോടുള്ള ഹല്ലേലൂയ നന്ദിയെയും ഹല്ലേലൂയ ഇത്തരത്തിൽ ഹല്ലേലൂയ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ജോൺസൺ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ MA വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ സെഷൻ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിവാസത്തിൻ്റെ 15-ാം രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ ഞങ്ങളോട് അറിയിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സന്ധ്യങ്കൽ കരയ്ക്കൽ വന്ന് രാപാർക്ക് ഉഷസ്സിലോ ആനന്ദഘോഷം വരുത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ ആനന്ദഘോഷത്തോടെ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ വചനങ്ങൾ കേട്ട കർത്താവേ, അവിടുത്തെ പ്രിയപ്പെട്ടവരെ കർത്താവ് സ്തോത്രം വീണ്ടും ആശ്വസിപ്പിക്കേണ്ടതിന് കർത്താവെ ആശ്വാസത്തോടെ വഴി നടത്തേണ്ടതിന് ദൈവകരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ നല്ല രാത്രി കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഹൃദയത്തിനകത്ത് കർത്താവെ ആശ്വാസം നൽകി ഞങ്ങളെ കടത്തിവിടേണ്ടതിനായി ഞങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിച്ച് ഞങ്ങളുടെ അത്കാലം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സുശീലന്റെ ഭക്തനായ സ്തോത്രം കർത്താവേ. തന്റെ ഭക്തൻ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ വീട്ടിനകത്തും കർത്താവ് ഒരാശ്വാസം പകരേണ്ടതിനായി, ഒരു സന്തോഷം പകരേണ്ടതിനായി, ഒരു വിടുതൽ പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ ഭക്തനെ കരത്തിലെടുത്തതിനായ സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കായ സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും, ഹല്ലേലൂയ ആശ്വസിച്ച് പറഞ്ഞേക്കും. മഹത്വവും പുകഴ്ച എല്ലാം അങ്ങ് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം ചെയ്യാം. ഇന്നും ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം ശക്തിയോടെ അതേ ഇവിടെ ശുശ്രൂഷിച്ച അവിടുത്തെ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഇന്നും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കടന്നു പോകാം. നാളെ രാവിലെ 10:30 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിക്കുന്നതാണ്. നാളെ പകലും രാത്രിയിലും ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ സജോ പെരുമ്പാവൂരാണ്. പാസ്റ്റർ സജോ പെരുമ്പാവൂർ പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുക.